ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഒമാനിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഒമാനിൽ വിസ മെഡിക്കൽ റൂൾസിൽ പുതിയ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ പുതിയ റൂൾ വന്നിട്ട് ഏകദേശം 1 year ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ മാറാൻ കാരണം, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. കാരണം നമ്മൾ ഒരിക്കൽ റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ വിസ മെഡിക്കൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ പുതിയ റൂൾ വരുമ്പോൾ പിന്നീട് നമ്മൾ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവുകയാണ്. എന്താണ് ഇതിങ്ങനെ വരാൻ കാരണം, എന്താ സംഭവിച്ചതെന്ന് പലർക്കും ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ ഡൗട്ട് ഉള്ളവർക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന റൂൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഇന്ത്യയിൽ നിന്നും ഒമാനിലേക്ക് നമ്മൾ ഒമാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമ്മളൊരു വിസ മെഡിക്കൽ ചെയ്യണം. അതായത് നമ്മുടെ എക്സ്റേ, അതുപോലെ തന്നെ വിവിധതരം ബ്ലഡ് ടെസ്റ്റ് എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു ടെസ്റ്റാണ്. അത് ചെയ്ത് അത് ഫിറ്റ് ആയി കഴിഞ്ഞാലാണ് നമുക്ക് ഒമാൻ വിസ ലഭിക്കുന്നത്. അതായത് ജോബ് വിസ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത്. ശേഷം നമ്മൾ ആ വിസ വെച്ചിട്ടാണ് നമ്മൾ ഒമാനിലേക്ക് എൻട്രി ചെയ്യുന്നത്. ആ എൻട്രി ആയ സമയത്ത് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു മെഡിക്കൽ ചെയ്യണം. ഇവിടെ ഒമാൻ ഗവൺമെന്റിന്റെ കീഴിൽ നമ്മൾ വീണ്ടും ഒരു മെഡിക്കൽ ചെയ്യണം. അത് ഇവിടുത്തെ ID കാർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മെഡിക്കൽ ചെയ്തിരുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ് എല്ലാം ആണ് അതിലും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഒമാനിൽ എത്തിയതിനു ശേഷം ID കാർഡിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ മെഡിക്കലിലാണ് ഇപ്പോൾ ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ നിലവിലുള്ള പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എക്സ്റേക്ക് പകരം ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ID കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്റേ എടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ബ്ലഡിൽ ഇഗ്ര എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ് ചെയ്യുന്നത്. അത് മിനിസ്ട്രിയിൽ MOHലാണ് അത് ചെയ്യുന്നത്. നമ്മൾ മെഡിക്കൽ സെന്ററുകളിൽ ബ്ലഡ് എടുത്തതിന് ശേഷം ഈ വൈറൽ ടെസ്റ്റുകൾ ചെയ്യാനുള്ള ബ്ലഡ് അവിടെ സൂക്ഷിക്കുകയും ബാക്കി ഇഗ്ര ചെയ്യാനുള്ള ബ്ലഡ് നമ്മൾ മിനിസ്ട്രിയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ MOHൽ ചെയ്യുന്ന ഇഗ്ര ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ID കാർഡ് എടുക്കാനുള്ള അപ്രൂവൽ, അതായത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമുക്ക് അടുത്ത ദിവസം തന്നെ കിട്ടുന്നതായിരിക്കും. മറിച്ച് ഇഗ്ര ടെസ്റ്റ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ നമ്മൾ അതാത് സെന്ററിൽ തന്നെ പോയി അവിടുന്ന് എക്സ്റേ എടുത്തിട്ട് അവിടുന്ന് ആ എക്സ്റേ റിപ്പോർട്ട് വാങ്ങിച്ച് നമ്മൾ ദാർസേറ്റിലുള്ള CDCയിൽ പോയി അവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അത് കൺഫേം ആക്കിയതിനു ശേഷം മാത്രമാണ് നമുക്കിപ്പോൾ ID കാർഡ് എടുക്കാനുള്ള അപ്രൂവൽ കിട്ടുന്നുള്ളൂ. നമ്മൾ എടുക്കുന്ന എക്സ്റേ നോർമൽ ആണെങ്കിൽ അപ്പോൾ തന്നെ അവിടുന്ന് നമുക്ക് ആ സെന്ററിൽ നിന്ന് റിപ്പോർട്ട് തരും. അതിൽ നോർമലാണ് എന്ന് എഴുതിയിട്ടുള്ള റിപ്പോർട്ട് തരും. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ പറഞ്ഞ CDCയിൽ പോയി കഴിഞ്ഞാൽ അവരത് ചെക്ക് ചെയ്തിട്ട് നേരെ അപ്പോൾ തന്നെ അതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അതായത് സെന്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. മറിച്ച് നമ്മൾ എടുക്കുന്ന ഈ എക്സ്റേയിൽ എന്തെങ്കിലും ഫൈൻഡിങ്സോ അല്ലെങ്കിൽ ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് TBയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ അതിനെ തുടർ നടപടിയായിട്ട് അതിനെ നമുക്ക് തുടർന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി തരും. നമ്മളിത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമുക്ക് ID കാർഡ് എടുക്കുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല. അപ്പോൾ ഇതാണ് ഒമാനിൽ പുതുതായിട്ട് വന്നിട്ടുള്ള മെഡിക്കലിന്റെ റൂൾസ്. അപ്പോൾ ഇത് ഒരുപാട് ആളുകൾക്ക് ഇതിന് ഒരുപാട് കൺഫ്യൂഷനും കാര്യങ്ങളും ഉണ്ട്. അതായത് കഴിഞ്ഞ വർഷം മെഡിക്കൽ ചെയ്ത് പോയവർ എക്സ്റേയും ബ്ലഡ് ടെസ്റ്റും എടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഇത്തവണ വരുമ്പോൾ നമുക്ക് എക്സ്റേ ഇല്ല എന്ന് പറയുകയും പിന്നീട് ഇത് പോസിറ്റീവോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് അവരെ വീണ്ടും വിളിക്കുമ്പോൾ അവർക്ക് ഭയങ്കര കൺഫ്യൂഷനും അതുപോലെ തന്നെ ഭയങ്കര ടെൻഷനുമാണ്. എന്താണ്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് നമുക്കിവിടെ വരുമ്പോൾ അവർ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഒമാനിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മെഡിക്കലുമായിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോഴേക്കും ഞാൻ മറുപടി തരുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.